പൊതുവേ നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു ഇതാണ് ഗോതമ്പ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചപ്പാത്തി കുറെ തിന്നുന്നുണ്ട്. പണ്ടത്തെ കുട്ടികളെ മാതിരി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിക്കാൻ പോലുള്ള സമയമില്ല, അവരെല്ലാവരും ഫോണിൽ അഡിക്റ്റ് ആണ്. ഇപ്പൊ ഒരു ട്വിൻസിൽ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിലും മറ്റേ ആൾക്കും ഡയബറ്റിക്സ് വരാൻ, അതായത് ഇപ്പൊ എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഓന് ഷുഗർ വരും. പുട്ടും കടലയും കൂട്ടുന്നതിന് പകരം അതായത് കടലന്റെ ക്വാണ്ടിറ്റി കൂട്ടി പുട്ട് കുറയ്ക്കും. കടലയും പുട്ടും എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മലയാളികൾ മാറേണ്ടിയിരിക്കും. ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഓർ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? നമ്മുടെ തന്നെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കൂട്ടം അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളെയാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറേ ജീവിതശൈലി രോഗങ്ങളുണ്ട്. അത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇതൊക്കെ പണ്ട് കാലത്ത് കുറവായിരുന്നു ഇത് കേൾക്കുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിലേക്കും കൂടുതലായിട്ട് ഓരോ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഡിസീസുകളാണിത്. ഇപ്പം യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. പണ്ടത്തെ കുട്ടികളെ മാതിരി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിക്കാൻ പോലുള്ള സമയമില്ല, അവരെല്ലാവരും ഫോണിൽ അഡിക്റ്റ് ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ എന്നുള്ളൊരു ജനറേഷനാണ്. ഇപ്പം പണ്ട് കാലത്ത് വെച്ചാൽ നമ്മൾ സ്കൂൾ വിട്ട സമയത്തൊക്കെ ഈ കുട്ടികളെല്ലാവരും ഒരു 4:30 ആയി കഴിഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് നേരെ കളിക്കാനോടെ ചെയ്യുക. ഇപ്പം അതല്ല, ഇപ്പോൾ അന്ന് എല്ലാവരും ഫോൺ മേടിക്കും. അവർക്ക് പുറത്തത് ഒരു കാര്യം അറിയില്ല, ഒരു എക്സസൈസ് ഒന്നുമില്ല, ഒരു സാമൂഹ്യ ബോധമില്ല. അതിനോട് ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ഓരോ കൊളസ്ട്രോൾ ലെവൽ നോക്കിയാൽ ഓരോ കൊളസ്ട്രോൾ ലെവൽ അത്രയും ഹൈ ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് കിട്ടണതനുസരിച്ച് ഉപയോഗിക്കണമല്ലോ അവർ, ഓരോ ബോഡി അത് സ്റ്റോർ ചെയ്ത് വെക്കുക മാത്രമേ ചെയ്യണം. ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. അവർക്ക് ഉപയോഗിച്ചാലല്ലേ ഈ സാധനം ഇല്ലാണ്ടാവുള്ളൂ. ഇത് ഈ ബോഡിയിൽ കെട്ടിക്കിടക്കുന്നതിനോടാണ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നത്. ജീവിതത്തിൽ ഇതിനൊരു ചിട്ടയും അടുക്കും ഉണ്ടായാൽ നമ്മുടെ ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ സാധനങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല ജീവിതശൈലിയിൽ. ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ച് മരുന്നുകളില്ല, ജസ്റ്റ് ഡയറ്റ് കൺട്രോളിനെയും ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളിലൂടെ മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം പണ്ടത്തെ കുട്ടികൾ കളിക്കുന്ന ആൾക്കാരാണ്, ഇപ്പോഴത്തെ കുട്ടികൾ കളിയിലേക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഭക്ഷണ കാര്യങ്ങളും നമ്മൾ പ്രധാനമായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡിന് പുറകെയുള്ള കുട്ടികളാണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സോഫ്റ്റ്. അതിൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉണ്ട്, ഹൈ സോഡിയം കണ്ടന്റ് ഉണ്ട്. ഈ സോഡിയം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശരീരത്തിന് വളരെ അധികം കേടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഹൈപ്പർ ടെൻഷൻ ഒരു മെയിൻ കാരണമാണ് ഈ സോഡിയം. സോഡിയം ലെവൽ കൂടിയാൽ ഹൈപ്പർ ടെൻഷൻ കൂടും. പിന്നെ അതേപോലെ തന്നെ ഈ ഡയറ്റ് കൺട്രോൾ വളരെ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഡയറ്റ് കൺട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റിൽ നമ്മൾ ശരീരത്തിന് ഭക്ഷണം അത് എനർജി ഉൽപ്പാദിപ്പിക്കാൻ, നമ്മൾ ദൈനംദിന ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു എനർജി, ആ എനർജി ലെവൽ ഉള്ള ഭക്ഷണം അയാൾ കഴിച്ചാൽ മതി. കലോറി ഇൻടേക്ക് എന്ന് പറയും ആ സാധനത്തിന്. കാലറി ഇൻടേക്കിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട സാധനമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫുഡ് അതിൽ നിന്ന് എത്ര, അതിന് മെഷർമെന്റ് ആണിത്, അതിൽ നിന്ന് എത്ര ഗ്ലൂക്കോസ്, ഒരു കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് എത്ര ഗ്ലൂക്കോസിന്റെ അളവ് നമ്മൾ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്, അതിനാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയും. അപ്പൊ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറയുന്നു അത്രയും നമ്മൾ ഡയറ്റിന് അത്രയും നല്ലതാണ്. നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഫുഡുകളാണ് റൈസ്, വീറ്റ് എന്നൊക്കെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു ഇതാണ് ഗോതമ്പ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചപ്പാത്തി കുറെ തിന്നുന്നുണ്ട്. ഡയബറ്റിക് ഉള്ള ആളായിരിക്കും. ചപ്പാത്തി റൈസ് എന്ന് പറഞ്ഞല്ലോ, ഈ ചപ്പാത്തിയും റൈസിലുള്ളത് ഒരേ കണ്ടന്റ് സാധനം തന്നെയാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലെവിടെ എങ്ങനെയാണ് വ്യത്യാസം വരിക, ഇതിൽ തിന്നുന്ന സാധനം ഉപയോഗിക്കണ വെച്ചിട്ടാണ് വ്യത്യാസം വരിക. ഇപ്പൊ 2 ആൾക്കാർ നമുക്ക് എടുക്കാം. സപ്പോസ് ഇപ്പോൾ ഒരു പേഴ്സൺ ബി എന്നുണ്ട് വിചാരിക്കാം. ഈ എ എന്നുള്ളത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണ ഒരു കർഷകനാണെന്ന് ആയിക്കോട്ടെ വിചാരിക്കാം. രണ്ടാമത്തെ ആള് ഒരു IT പ്രൊഫഷണലാണ്. ഏതേലും സിറ്റ് ചെയ്തിട്ട് ലേ ബാക്ക് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുക, വേറൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആക്കില്ല. ഇയാള് റൈസ് തിന്ന്, ഇയാളും റൈസ് തിന്ന്. പക്ഷെ ഇയാൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളതിനോണ്ട് അത് ഉപയോഗിച്ചു പോകും. ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 10 വായക്ക് വളരാനുള്ളതിനോണ്ട് ഇയാളെ ഇൻടേക്ക് ഇയാൾ യൂട്ടിലൈസ് ചെയ്ത് പോകും. ഇയാൾക്ക് ആവശ്യമുള്ള ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇയാളെ കഥ അങ്ങനെയാണോ? അല്ല. ഇയാള് റൈസ് തിന്ന് കാണുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണില്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളതിനോട് ഉപയോഗിക്കണില്ല, ഇയാൾ അത്ര ഉപയോഗം വരില്ല. പക്ഷെ അതിനോട് എന്താ സംഭവിക്കുക വെച്ചിട്ടാണെങ്കിൽ ഈ സാധനം ബോഡിയിൽ കിടന്ന് സ്റ്റോർ ആവും. ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യൽ എങ്ങനെയാ? ഷുഗർ മാത്രമല്ല അതിനെ കൊണ്ട് വരാം. ഗ്ലൂക്കോസ് മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുക ഫാറ്റ് ആയിട്ടാണ്, അതായത് കൊളസ്ട്രോൾ ആയിട്ടാണ് സ്റ്റോർ. ഇപ്പോൾ കൊളസ്ട്രോളിന്റെ കഥ പറഞ്ഞപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്.
ഇപ്പം ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അല്ല നോർമലായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ചോറിന് പകരം ചപ്പാത്തി കഴിക്കുക, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു സാധനം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുമ്പം എന്താണ് ഒരു വ്യത്യാസം വരിക അതില്? നമ്മൾ ബ്ലഡിൽ ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞത്, നമ്മൾ ഹോർമോൺ എന്ന് പറയും. ഗ്ലൂക്കോസിനെ നമ്മൾ സെല്ലിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻസുലിനിൽ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിൽ കുറവോ അല്ലെങ്കിൽ പാൻക്രിയാസിന് എന്തെങ്കിലും പറ്റിയിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടുന്നത്. ഇപ്പോൾ ഇൻസുലിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഷുഗർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ? ഷുഗർ ഉണ്ടാക്കാനുള്ള സാധനം നമ്മൾ ഒന്നാമത് പറഞ്ഞ മാതിരി ഡയറ്റ്, ഹൈ എമൗണ്ട് ഓഫ് ഷുഗറുള്ള സാധനങ്ങൾ നമ്മൾ എടുത്താലും, പിന്നെ മെയിനായിട്ട് കാണപ്പെടുന്നത് ജനറ്റിക്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു പാരൻസ്, അതായത് രണ്ടാൾക്കും ഫാദറിനും മദറിനും ഡയബറ്റിക് ഉണ്ട്. അപ്പം അത് ഓഫ് സ്പ്രിങ്ങിന്, അതായത് കുട്ടിക്ക് 75% ഡയബറ്റിക്സ് വരാൻ എന്താണ് ചാൻസ് ഉണ്ട്. അതേപോലെ ഐഡന്റിക്കൽ ട്വിൻസ്, ഇപ്പോൾ ഒരു ട്വിൻസിൽ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ മറ്റേ ആൾക്കും ഡയബറ്റിക്സ് വരാൻ, അതായത് ഇപ്പൊ എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഓന് ഷുഗർ വരും. അങ്ങനെ ഇപ്പം ഇൻസുലിൻ്റെ അത് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളെ ഡയറ്റിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇതല്ലാണ്ട് തന്നെ നമ്മൾ ഈ പ്രഗ്നൻസിന്റെ സമയത്ത്, അതായത് ഗർഭധാരണത്തിന്റെ സമയത്തും ഈ ഷുഗറിലൊരു ഇതുണ്ടാവുമല്ലോ. അപ്പം ആ 3 കാരണങ്ങളുണ്ട്. അല്ലാണ്ട് ഇനിയിപ്പോ നമുക്ക് ഷുഗർ പേഷ്യന്റ് ആണോ ഒരാൾ, അയാൾക്ക് എന്തൊക്കെ അയാൾ കാണാൻ പറ്റും? സിംറ്റംസ് നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നത് നല്ല ദാഹം, അത് വിശപ്പ് കൂടുതലുണ്ടാവും. ഇനീഷ്യലി തടി കുറഞ്ഞ ആളായിരിക്കും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ വണ്ണം, അതായത് ഒബിസിറ്റി, പൊണ്ണത്തടി ഉണ്ടാവും. പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പം അതിൽ ഷുഗർ അളവ് കൂടുതലുണ്ടാവും. ഈ ഒബീസിറ്റി എന്ന് പറഞ്ഞല്ലോ, ഒബീസിറ്റി ഷുഗർ ഉണ്ടായാലും ഒബീസിറ്റി ഉണ്ടാവുന്ന പോലെ തിരിച്ചും ഉണ്ടാവാം. അതെ, ഈ ഷുഗർ ഒബീസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടാവാം. കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലൂക്കോസിൻ്റെയും ഫാറ്റിൻ്റെയും നമ്മളെ ശരീരം യൂട്ടിലൈസ് ചെയ്യണതും നമ്മൾ സ്റ്റോർ ചെയ്യണ രീതി, അത് തമ്മിൽ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ഗ്ലൂക്കോസ് കൂടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുക ഫാറ്റ് ആയിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ ബോഡി ഉപയോഗിക്കാൻ കഴിയില്ല, ഇൻസുലിനിലെ പ്രോപ്പർ വർക്കിംഗ് ഇല്ലാത്തതിനുണ്ട്. അപ്പോൾ ആ സാധനം സ്റ്റോർ ആവുക കൊളസ്ട്രോൾ ആയിട്ടാണ് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടാണ്. അപ്പോൾ ഡയബറ്റീസ് ഉണ്ടായ ഒരാൾക്ക് തടി ഉണ്ടാവും, അത് എന്തായാലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പിന്നെ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചും വ്യത്യാസങ്ങളും ജങ്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഈ ഒബീസിറ്റി ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒബീസിറ്റി ഉള്ള ആൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് തല തിരിച്ചിട്ടും. ഇപ്പൊ എന്തൊക്കെ ഷുഗർ പേഷ്യൻസിൽ കാണും നമ്മൾ പറഞ്ഞു. അപ്പം ഈ കണ്ട കാര്യങ്ങൾ നമ്മളൊരു ഷുഗർ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇത് കണ്ടിട്ട് അയാൾക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? മോസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഡയറ്റ് തന്നെയാണ്. നമ്മൾ ഡയറ്റിൽ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള സാധനം എടുക്കുക. നമ്മൾ വെജ് നമ്മൾ ആഡ് ചെയ്യാം. കുറേ ഫൈബർ കണ്ടന്റ് ഉള്ള വെജ് സാധനങ്ങൾ, നമ്മൾ ലീഫി വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യാം നമ്മുടെ ഡയറ്റിൽ. അതേപോലെ പഴം നല്ലൊരു സാധനമാണ് ഡയബറ്റീസിൽ. ഡെയിലി ഒരു പഴം വെച്ചിട്ട്, ചെറുതാണ് 2 പഴം എന്ന് പറഞ്ഞാൽ അധികം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞൊരു സാധനമായതുകൊണ്ട് അത് ഡയബറ്റീസിന് നല്ലതാണ്. അതേപോലെ പ്രോട്ടീന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊരു ഡെയിലി ലൈഫിൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് എഗ്ഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സൂപ്പർ ഫുഡാണ്. അത് ഡെയിലി ഒരു നോർമൽ മനുഷ്യന് ഡെയിലി 2 മുട്ടെങ്കിലും ഡെയിലി കഴിച്ചാൽ അത്രയും ബെനിഫിറ്റ് ഉള്ള സാധനം. അതേപോലെ തന്നെ ഡയബറ്റീസിലും ഈ സാധനം അങ്ങനെ തന്നെ ഭയങ്കര ബെനിഫിറ്റാണ്. അതായത് അത്രയും പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ്. ഇനി നല്ല ഡയബറ്റിക് ഉള്ള ആളാണെങ്കിൽ ആ മഞ്ഞ ഒഴിവാക്കിയിട്ട് കഴിക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോർമലായിട്ട് നമ്മളിവിടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ശൈലിയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരം അരി ഭക്ഷണം കഴിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അതായത് ഈ താഴെ ഭാഗത്തുള്ള ആൾക്കാർ. അപ്പോൾ ഈ അരിഭക്ഷണം എത്രത്തോളം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് വരാത്തപ്പോഴാണ് ഈ ഡയബറ്റീസ്, അതായത് ഷുഗർ എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പുട്ടും കടലും. അപ്പൊ പുട്ടും കടലയും നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പുട്ടും കടലയും കൂട്ടുന്നതിന് പകരം, അതായത് കടലന്റെ ക്വാണ്ടിറ്റി കൂട്ടി പുട്ട് കുറയ്ക്കും. കടലയും പുട്ടും എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മലയാളികൾ മാറേണ്ടിയിരിക്കും. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധപ്പെട്ട ഡയബറ്റീസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൂടുതൽ വേണ്ട വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ നമ്മൾ B1, B6, B12 ഇതൊക്കെ നമ്മൾ ഡയബറ്റീസിന് നല്ലതാണ്. ഇൻസുലിൻ റിലീസിന് സഹായിക്കുന്ന സാധനങ്ങളാണ് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ. അപ്പൊ ഇതിലുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഡയബറ്റീസ് പേഷ്യൻസിൽ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ലതല്ലേ? ഫ്രൂട്ട്സ് നല്ലതാണ് നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ.
കുറെ നമ്മള് ജ്യൂസ് അടിച്ച് പിന്നെ അതിന്റെ മുകളിൽ കുറെ പഞ്ചാര ഇട്ട് നമ്മൾ കൊടുക്കുമ്പോ അതാണ് നമ്മളെ വേസ്റ്റ് ഫുഡ്. അത്രയും ഫ്രഷ് ജ്യൂസ്. കാരണം നമ്മൾ ജ്യൂസാണ്, ലിക്വിഡ് ഫോമിലാണ്. അത് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ അത്ര പെട്ടെന്നാണ് ഷുഗർ നമ്മുടെ ബ്ലഡിൽ റൈസ് ആവുന്നത്. അപ്പം പെട്ടെന്ന് ഷുഗർ റൈസ് ആവാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ടോ? ഫ്രൂട്ട്സ് നമ്മൾ ഡ്രൈ നട്ട്സ് ഉപയോഗിക്കാം. നമുക്ക് ഡേറ്റ്സ് അങ്ങനെ അധികം കഴിക്കാതെ ഡെയിലി ഒരു 2-3 നമ്മൾ മലയാളം പറഞ്ഞാൽ ആ കൊല്ലത്തിൽ ഒരിക്കൽ ആരെയും ഗൾഫിൽ നിന്ന് വരുമ്പം കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മൾ ആ വല്ലതും പൊത്തി നമ്മളത് തിന്നും. അങ്ങനെ ആവരുത്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അധികം കഴിക്കാൻ പറ്റില്ല. ഏത് സാധനം നമ്മൾ അധികം കഴിച്ചാലും അത് ശരീരത്തിന് കുഴപ്പമാണ്. നമ്മളപ്പം കുറച്ച് കഴിക്കാം. അത് കുറെ കഴിച്ചാൽ ശരീരം ഡ്രൈനെസ് ഒന്ന് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഡേറ്റ്സ് അതേപോലെ നല്ലതാണ്. ഡയബറ്റീസ് മധുരമുള്ള സാധനമാണെങ്കിലും അത് പൊതുവെ ഡയബറ്റീസിനെ ബാധിക്കുന്നില്ല ഈ സാധനം. ഇപ്പൊ ഈ ഡേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞല്ലോ, ഇതില് നമ്മൾ ഒഴിവാക്കേണ്ട ചില ഫ്രൂട്ട്സുകളില്ലേ, മുന്തിരി പോലത്തെ. കാരണം മുന്തിരിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് കണ്ടന്റ്. അതെ, അങ്ങനത്തെ ഫ്രൂട്ട്സ് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ ഇപ്പോ ക്രിസ്റ്റൽ ഷുഗർ, ആ സാധനം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. വൈറ്റ് ഷുഗർ, ആ സാധനം സാധാ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഷുഗറിന്റെ ഉയർച്ചനെക്കാട്ടി നമ്മളെ ബ്ലഡിലുള്ള ഷുഗർ റൈസ് ചെയ്യും. അപ്പോൾ അതിന് ഷുഗറിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ അങ്ങനെ തീരും. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഹണിയാണ്. പ്യൂർ ഹണി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല. ഹണി പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഹണിയിലുള്ള ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ഡൈജസ്റ്റിംഗ് ഷുഗറാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഹണി അല്ലാണ്ട് ഈ മിറാക്കിൾ ബെറി അതേപോലത്തെ സാധനങ്ങൾ, അതായത് ഇപ്പം കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന, വയനാട്ടിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനം മക്കോട്ടദേവ അല്ലെങ്കിൽ ഗോഡ്സ് ക്രൗൺ എന്ന് പറയുന്നത്. അത് ഇന്തോനേഷ്യൻ മെഡിസിൻ ഡയബറ്റീസിൽ കോമൺ ആയിട്ട് കൊടുത്തു വരുന്ന സാധനം. ഇത് നമ്മുടെ ഇപ്പൊ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് വയനാട് റീജിയൻസിലൊക്കെ. അപ്പം അതിന്റെ യൂസ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത 2-5 മാസം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണത്. അപ്പം അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറയും. അതേപോലെ തന്നെ മിറാക്കിൾ ബെറിയും രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോ ഹണി അഥവാ തേൻ എന്നുള്ളത് ഷുഗറിനെക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഷുഗർ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ സാധനം പ്രോസസ് ചെയ്ത് കിട്ടുന്ന ചണ്ടിയാണ് സാധനം. അതിലൊരു ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ല. തേന് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്റർ ആണ്. കാരണം അതിൽ കുറച്ചും പാടി പോഷക സമൃദ്ധമാണ് തേൻ. ഇപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോഷകം മാത്രമല്ല, അതിന് വേറെ കുറെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേൻ. അപ്പൊ ഈ ഷുഗറിന് പകരം ഷുഗർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഷുഗറിന് പകരം എന്തുകൊണ്ട് മധുരമുള്ള ഒരു പ്രോട്ടീൻ ഉപയോഗിച്ചുകൂടാ? അങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് മൊണലിൻ. ഈ മൊണലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ, ഈ മൊണലിന്റെ പ്രോട്ടീന് ഷുഗറിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ 3000 മടങ്ങ് മധുരമുള്ള സാധനമാണ്. അപ്പൊ ഈ ഷുഗർ ചെറിയ അളവിൽ എടുക്കണേ, എത്ര അളവിലാണോ ഷുഗർ എടുക്കുന്നത് അത് ഈ മൊണലിൻ എടുക്കുമ്പോൾ അത്രയും കുറഞ്ഞ അളവിൽ എടുത്താൽ മതി. അപ്പൊ നമ്മളിപ്പം ശർക്കര നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇപ്പൊ കുറെ ആളുകൾ ശർക്കര നല്ലതാന്ന് വെച്ചിട്ട് നമ്മള് ചായ ഉണ്ടാക്കാൻ അങ്ങനെ സംബന്ധിച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ശർക്കര അപ്പം ഷുഗറിന് പ്രമേഹമുള്ള ആൾക്കാർക്ക് നല്ലതാണോ? അതോ? ശർക്കരയും ബേസിക്കലി ഗ്ലൂക്കോസ് തന്നെയാണ്. ഇപ്പൊ ശർക്കരന്റെ കാര്യം പറഞ്ഞല്ലോ, ശർക്കര എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയത്, അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ചോറിന്റെ പകരം ചപ്പാത്തി കഴിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ, സാധാരണ നമ്മൾ ഷുഗർ യൂസ് ചെയ്യണതിന് പകരം ശർക്കര ചായയിലും മറ്റേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊരു ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഷുഗർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറ്റൂല. കാരണം ഷുഗറും ഇത് രണ്ടും ഗ്ലൂക്കോസിന്റെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഷുഗറും കുറച്ചും കൂടിയും ഒരു എന്താ പറയാ ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. അതായത് ശരീരത്തിന് പ്രത്യേകിച്ച് ഒന്നും അതിന് കിട്ടുന്നില്ല. ഷുഗർ എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുക എന്നല്ലാണ്ട് വേറൊരു കാര്യം അത് ചെയ്യുന്നില്ല. നേരെ കുറച്ച് ശർക്കര എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് മിനറൽ കണ്ടന്റ് എങ്കിലും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഹെൽത്ത് ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. എന്നാലോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഉൾപ്പെടുത്തിയിട്ട് ഷുഗറിന് പകരം ഇത് ഉപയോഗിക്കാം. നമുക്ക് ചെറിയ രീതിയിൽ മാനേജ്മെന്റിന് വേണം യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ എന്ന രീതിയിൽ ഈ ശർക്കര എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള മാനേജ്മെന്റ് നമുക്ക് ഈ തേൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ചോ ഈ പറഞ്ഞമാരെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാം. എന്ന് വെച്ചിട്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഷുഗറിന് പോസിബിൾ ആണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മള് ജീവിതകാലം വന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കണം. അത് ഷുഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. അത് വേറൊരു രോഗത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അതിനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മള് കാല് സൂക്ഷിക്കുക. കാരണം ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും ചെറിയ മുറിവ് മതി, അത് വുണ്ട് ഹീലാവൂല. പിന്നെ എന്താ പറയാ,
വൂണ്ട് പിന്നെ അൾസർ ആയിട്ട് മാറിയിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാക്കും. അതേപോലെ നമ്മളെ പല്ല് മോണൊക്കെ അതിലൊക്കെ ചെറിയ ചെറിയ മുറിവ് വന്നാല് നമ്മള് ശ്രദ്ധിക്കണം. ഇതൊക്കെ പിന്നെ അതായത് ഈ ഷുഗർ പേഷ്യൻസിന് പൊതുവെ ഈ മുറിവ് ഉണങ്ങുക എന്ന് പറഞ്ഞൊരു സാധനം വളരെ സ്ലോ ആയിരിക്കും. വൂണ്ട് ഹീലിംഗ് വളരെ സ്ലോ അത് ആയിരിക്കും. മാത്രല്ല ഈ ചില ഷുഗർ പേഷ്യൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് അവർക്ക് വേദന തിരിച്ചറിയാൻ പറ്റില്ല. അതെ. എന്തെങ്കിലും മുറി വന്നാലൊക്കെ അത് ഇൻഫെക്റ്റഡ്, അതായത് അത് ചിലപ്പോൾ പഴുത്തിട്ടായിരിക്കും അവർ തിരിച്ചറിയാം. അങ്ങനെ കാല് മുറിച്ച ആൾക്കാരെ കുടുംബത്തില് ഉണ്ട്. ഈ അൾസറിനെ പറ്റി സംസാരിച്ചല്ലോ, അൾസർ അല്ലാണ്ടും ഡയബറ്റീസിന് വേറെ കുറെ കോംപ്ലിക്കേഷൻസ് ഇല്ലേ? അൾസർ അല്ലാതെ കുറെ ഡയബറ്റീസിന് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ഒരു സെല്ലിലേക്ക് എത്താതെ ആകുമ്പോൾ കുറെ പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ മസിലിലേക്ക് നമ്മൾ ഇൻസുലിൻ എത്താതെ ആകുമ്പോൾ മസിൽ വേസ്റ്റിങ്, മസിലിനപ്പോൾ വീക്ക്നെസ് കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ നമ്മളെ കണ്ണിലേക്ക് റെറ്റിന എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. റെറ്റിന അവിടെയൊക്കെ ഒരു വെസലിലെ പ്രശ്നം വരുമ്പോഴാണ് ഈ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. അത് ഡയബറ്റീസിൽ ഭയങ്കര കാണപ്പെടുന്ന സാധനം. അതുപോലെ തിമിരവും തിമിരവും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ കണ്ണിൽ വരുന്നതാണ് ബ്ലറിങ് വരിക, ബ്ലർഡ് വിഷൻ, നമ്മൾ കാണുന്ന ചുറ്റുപാടൊക്കെ ബ്ലറായിട്ട് വരിക. അതും ഡയബറ്റീസിൽ കണ്ടുവരുന്ന സാധനം. പിന്നെ അല്ലാതെ ഹാർട്ടിൽ വരുന്നതാണ് ഇത്, ഹാർട്ട് മസിൽസിൽ വീക്ക് ആവുക, നമ്മൾ കാർഡിയോമയോപ്പതി എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ കൊറോണറി ആർട്ടറി ഡിസീസ്, നമ്മളെ എന്താ പറയാ രക്തക്കൊയലുകളിൽ പ്രശ്നം വരുന്നതാണ് അത്. അതേപോലെ മെയിൽ ഇമ്പോർട്ടൻസി, അതായത് മന്ദത, അതായത് കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ആണുങ്ങളിൽ വരുന്നത്. അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. വന്ധ്യത എന്നുള്ള ഈ ഡയബറ്റിക് ന്യൂറോപ്പതി നേരത്തെ പറഞ്ഞല്ലോ, അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം.